മര്യാദയ്ക്ക് അവിടെ നിന്ന് ചോദിക്കുക, ഒരു ചോദ്യം ചോദിക്കുക, അതിന് മറുപടി കേൾക്കുക. അങ്ങനെയുള്ള ഞെട്ടിക്കലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. സന്ദീപ് വാചസ്പതി അതൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയുന്നത് ഒരു ചോദ്യത്തിന് ഉപചോദ്യം വരുന്നതൊന്നും ഒരു ചർച്ചയിൽ പുതിയ കാര്യമല്ല. ചോദ്യത്തിന് വ്യക്തതയില്ലാത്ത ഉത്തരം പറയുമ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോഴും ഉപചോദ്യം താങ്കളുടെ പാർട്ടിയോടും മറ്റുള്ള പാർട്ടിക്കാരോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് ബിജെപിയോട് മാത്രം ഉണ്ടാകാതിരിക്കണം എന്നൊന്നും വാശി പിടിക്കരുത് ദയവായി. അത്രയേ ഉള്ളൂ കാര്യത്തിൽ. താങ്കൾക്ക് തുടരാം. ഒരു ചോദ്യം ചോദിച്ചാൽ അത് കേൾക്കാൻ തനിക്ക് അവകാശവും തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലാതെ കൂടുതൽ കാളമൂത്രം പോലെ ചോദ്യങ്ങൾ വേണ്ടതാ പറഞ്ഞത്. ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയട്ടെ, അതിനുശേഷം നിങ്ങൾ അടുത്ത് ചോദിച്ചോളൂ. ഞാൻ എങ്ങോ ഓടിപ്പോകുന്നില്ല. താങ്കളുടെ വാക്കുകൾ ഏത് രീതിയിലാണ് പോകുന്നത് താങ്കളും ഒന്നും മനസ്സിൽ വിലയിരുത്തുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇതിനകത്ത് എല്ലാത്തിലും കയറി കൊളുത്താത്തതും പിടിക്കാത്തതും താങ്കൾ നേരത്തെ പറഞ്ഞത് പ്രേക്ഷകരെ കൂടി മാനിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എന്നിലുള്ളതുകൊണ്ടാണ്. അത് താങ്കൾക്ക് തന്നെ വിലയിരുത്തിയാൽ മതി. വാക്കുകൾ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ളതാണ് എന്ന് താങ്കൾ തന്നെ വിലയിരുത്തിയാൽ മതി. എനിക്ക് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല മിസ്റ്റർ. താങ്കൾ ഇങ്ങനെ കാളമൂത്രം പോലെ ഇടപെടാവുന്നേ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. ഞാൻ പറയട്ടെന്നേ, താങ്കൾ എന്നെ വിളിച്ചിരുത്തിയ താങ്കളുടെ ബ്ലാബ്ല കേൾക്കാനല്ല, ഞാൻ പറയുന്നത് കേൾക്കാനാണ്. സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ചർച്ച. മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്ക്.